അഡിഡെക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയെന്നാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുമ്പ് ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തൊരു ബെല്ലേക്ക് എനേബിൾ ചെയ്ത് നോക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് നെയിമാണ്, ഒരു നെയിം വേണം യൂട്യൂബ് ചാനലിന്. അപ്പോൾ ആ നെയിം ക്രിയേറ്റീവായിട്ട് ഇടുക. അതായത് സെർച്ച്, നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് അങ്ങനെ സെർച്ചിലില്ലാത്ത നെയിമൊക്കെ ഇടുവാണെങ്കിൽ നമ്മുടെ ചാനൽ സെർച്ച് ഫസ്റ്റ് വന്ന് കിടക്കാൻ സാധ്യതയൊക്കെയുണ്ട്. അതുകൊണ്ട് നമ്മൾ നെയിം ഇടുമ്പോൾ ക്രിയേറ്റീവായിട്ടുള്ള നെയിമും അതുപോലെ തന്നെ സെർച്ചിലില്ലാത്ത നെയിമും കണ്ടുപിടിച്ച് ഇടുവാണെങ്കിൽ നമ്മുടെ ചാനലിൽ സെർച്ച് ഫസ്റ്റ് വന്ന് കിടക്കാൻ സാധ്യതയുണ്ട്. പിന്നെ വീഡിയോസൊക്കെ ഇട്ട് കഴിയുമ്പം നമ്മളാരെങ്കിലും സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും നമ്മൾ ഇപ്പോൾ ആ പേര് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർ സെർച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് കിട്ടാൻ ഈ സെർച്ചിലില്ലാത്ത നെയിമാണെങ്കിൽ സാധിക്കും. അതുപോലെ തന്നെ വീഡിയോസ്, കണ്ടന്റ്, അതൊക്കെ നിങ്ങൾ ആലോചിച്ച് ചെയ്യണം. അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. ഇപ്പം യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതുപോലെ ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് വേണ്ട നെയിമാണ്. ആ നെയിം നിങ്ങൾ ആലോചിച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള നെയിം ഇടുക. ഇട്ടാൽ നിങ്ങളുടെ ചാനലിന് സെർച്ചിൽ എളുപ്പം സെർച്ചിൽ ഫസ്റ്റ് വന്ന് കിടക്കാനൊക്കെ സാധിക്കും. അതുകൊണ്ട് നിങ്ങളെ സെർച്ചിൽ ഫസ്റ്റ് വരുന്ന കൂട്ട്, അതായത് സെർച്ച് നമ്മൾ യൂട്യൂബിൽ എടുത്ത് സെർച്ച് ചെയ്യുമ്പോൾ ഇല്ലാത്ത കൂട്ട് നെയിം കണ്ടുപിടിച്ച് നമ്മൾ ഇടുവാണെങ്കിൽ നമ്മുടെ ചാനൽ സെർച്ച് ഫസ്റ്റ് വന്ന് കിടക്കും. അതുപോലെ ലോഗോ മേക്ക് ചെയ്യുന്നത് അടുത്ത വീഡിയോ ഞാൻ പറയുന്നുണ്ട്. പിന്നെ തംബ്നെയിൽ, വീഡിയോ അപ്ലോഡിങ് അങ്ങനെയുള്ള സംഭവത്തിനെ കുറിച്ച് ഞാൻ അടുത്ത വീഡിയോ പറയുന്നതാണ്. ഈ വീഡിയോ ഞാൻ പറയുന്നത് എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് മാത്രമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഫസ്റ്റ് ഗൂഗിൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മുടെ മേളിലൊരു ഐക്കൺ കാണും, അതെടുത്തിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. എന്നിട്ട് ഗൂഗിൾ എടുക്കുക. അപ്പോൾ ശാരം നേരം ലോഡാവും. എന്നിട്ട് ഇപ്പോൾ ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ താഴെ ക്രിയേറ്റ് എ അക്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫോർ മൈ സെൽഫ് എന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിം കൊടുക്കുക. ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം കൊടുക്കുമ്പോൾ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ട നെയിം കൊടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നിങ്ങളുടെ നെയിം കൊടുത്താലും കുഴപ്പമില്ല. നമുക്ക് യൂട്യൂബിൽ ക്രിയേറ്റ് ചാനൽ കൊടുക്കുമ്പോൾ മാറ്റാം. പക്ഷേ ഗൂഗിൾ അക്കൗണ്ടിൽ നമ്മുടെ ചാനലിൻ്റെ നെയിം കൊടുക്കുന്നതാണ് സേഫ്. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഇച്ചിരി നേരം ലോഡാവും. ലോഡായി കഴിഞ്ഞിട്ട് ഡേറ്റ്, മന്ത്, ഇയർ അതാണ് ചോദിക്കുന്നത്. പിന്നെ മെയില്, ഫീമെയില് അത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് നമ്മുടെ ഡേ, മന്ത്, ഇയർ, നെക്സ്റ്റ് മെയിൽ ഓർ ഫീമെയിൽ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ ഇവിടെ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമെയിൽ ഐ ഡി ആണ് ഇവിടെ ചോദിക്കുന്നത്. ഏതെങ്കിലും ഒരു ഇമെയിൽ ഐ ഡി സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഇമെയിൽ ഐ ഡി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അത് കഴിഞ്ഞ് പാസ്വേഡാണ് ചോദിക്കുന്നത്. നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ട ഒരു പാസ്വേഡ് ഇടാതിരിക്കുക. നമ്മൾ കോർത്ത് വെക്കാവുന്ന കൂട്ടൊരു പാസ്വേഡ് ഇടുക. ചാനലുമായി ബന്ധപ്പെട്ട പാസ്വേഡ് ഇടാതിരിക്കുക. എന്നിട്ട് നമ്മുടെ ഫോൺ നമ്പർ അതൊരു കോഡ് അയച്ചു തന്നെയാണ്. നമ്മുടെ ഫോൺ നമ്പർ ചോദിക്കുന്നത്. ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അപ്പം നമ്മുടെ ഫോണിലേക്കൊരു മെസ്സേജ് വരും. അത് ഒരു കോഡ്. ആ കോഡ് നമ്മൾ ഇവിടെ അടിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ ആ കോഡ് ഇവിടെ അടിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ഫോണിലേക്ക് 5 മിനിറ്റിനുള്ളിൽ മെസ്സേജ് വരും. അപ്പോൾ തന്നെ നമ്മൾ ആ കോഡ് കോപ്പി ചെയ്ത് അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയോ അല്ല ഓർത്ത് വെച്ച് അടിക്കുകയോ ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇച്ചിരി പെർമിഷനൊക്കെ ചോദിക്കും. അതെല്ലാം അലൗ ചെയ്ത് കൊടുക്കുക, അല്ലെ എസ് ഐ ആം കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നമ്മുടെ അക്കൗണ്ട് ഇപ്പോൾ ക്രിയേറ്റ് ആയി. ഇത്രയേ ഉള്ളൂ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന്. ഇനി എങ്ങനെ ചാനൽ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് നിങ്ങളുടെ പഴയ ഗൂഗിൾ അക്കൗണ്ടിലായാലും കുഴപ്പമില്ല.
അല്ലെങ്കിൽ ഒരു ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടാക്കി ചാനൽ തുടങ്ങുന്നതാണ് നല്ലത്. ഒരു ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടാക്കി ചാനൽ തുടങ്ങുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. നിങ്ങളുടെ ഒരു ഗൂഗിൾ അക്കൗണ്ട് പോയാലും ഒരു ഗൂഗിൾ അക്കൗണ്ടിൽ കിടന്നോളൂ അതുകൊണ്ട് ഒരു ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടാക്കി ചാനൽ തുടങ്ങുക. എന്നിട്ട് നമ്മുടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പഴയ ഗൂഗിൾ അക്കൗണ്ടിലായിരിക്കും കിടക്കുന്നത്. നെറ്റിൻ്റെ പ്രശ്നമായതുകൊണ്ട് ലോഡാകുന്നത്. അപ്പോൾ അതിന് വരും. വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ റൈറ്റ് സൈഡിൽ നമ്മുടെ ഒരു ഐക്കൺ കാണും. അത് ഞെക്കിയിട്ട് ഇവിടെ ഒരു ആരോ മാർക്കുണ്ട്. ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുമ്പം നമ്മുടെ അക്കൗണ്ട് എല്ലാം കാണിക്കും. അതെടുക്കുക. മേളിൽ അക്കൗണ്ട്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അതിൽ നമ്മുടെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ അക്കൗണ്ട് എടുക്കുക. അക്കൗണ്ട് എടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആ അക്കൗണ്ടിലാണ് നമ്മുടെ യൂട്യൂബ് ഇപ്പോൾ കിടക്കുന്നത്. അത് കഴിഞ്ഞ് ഒന്നുകൂടെ നമ്മൾ ഞെക്കിയെടുത്ത് ഞെക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ യുവർ ചാനൽ എന്ന് പറയുന്ന ഒരു അതുണ്ട്. അത് ഞെക്കുക. ഞെക്കിക്കഴിയുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം വരും. അത് അവർ ചോദിക്കുന്നത് നമ്മുടെ ചാനലിൻ്റെ പേരാണ്. പേരാണ് ഇപ്പോൾ അവിടെ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇപ്പോൾ ആ ഗൂഗിൾ അക്കൗണ്ടിൽ കിടന്ന പേരും കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് ആ പേര് മാറ്റി വേറൊരു പേരും അവിടെ കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ കൃഷ്ണേത്ത് സുനിൽ എന്ന് പറയുന്ന ചാനലിൻ്റെ പേര് നെയിം തന്നെയാണ് കൊടുക്കുന്നത്. നിങ്ങൾക്കിനി മാറ്റണമെങ്കിൽ അവിടെ ഞെക്കി ഓപ്ഷൻ എടുത്ത് മാറ്റാം. അവിടെ ഞെക്കിയാൽ കീപാഡ് വരും. കീപാഡിൽ നിങ്ങളുടെ പേര് എഴുതി മാറ്റാവുന്നതാണ്. അപ്പം ഒരു 5 മിനിറ്റ് ലോഡാവുന്നതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ചാനൽ ക്രിയേറ്റായി. ഇനി നമുക്കിതിൽ നമ്മുടെ ചാനലിൻ്റെ ലോഗോ ഒക്കെ സെറ്റ് ചെയ്യണം. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഇനി ഇതിൻ്റെ സെറ്റിങ്സൊക്കെ നമുക്ക് എവിടെ നിന്നാണ് നോക്കുന്നതെന്ന് വെച്ചാൽ ഇത് ഡയറക്റ്റ് സെറ്റിങ്സ് ഉണ്ടെങ്കിലും അതിലല്ല നമ്മൾ സെറ്റിങ്സ് ചെയ്യുന്നത്. ഇതിൽ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു ആപ്പ് പ്ലേ സ്റ്റോറിലുണ്ട്. ഞാൻ ലിങ്ക് താഴത്ത് കൊടുക്കുക. അതിൽ കയറിയാണെങ്കിലും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ കൂടെയാണ് നമ്മൾ യൂട്യൂബിൽ കമൻറ്റ്, വീഡിയോ, വ്യൂവേഴ്സ് എല്ലാം നമുക്കറിയാൻ പറ്റുന്നത്. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇതെൻ്റെ പഴയ അക്കൗണ്ടാണ്. അതുകൊണ്ടാണ് ഇട്ട വീഡിയോ ഒക്കെ കാണിക്കുന്നത്. ഞാൻ ഇപ്പോഴത്തെ നമ്മുടെ അക്കൗണ്ടാണിത്. എന്നിട്ട് അത് മാറ്റി നമ്മുടെ ഇപ്പം ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട് എടുക്കുക. അക്കൗണ്ട് എടുത്ത് കഴിയുമ്പം കൃഷ്ണേത്ത് സുനിൽ എന്ന് പറഞ്ഞ അക്കൗണ്ട് വന്നിട്ടുണ്ട്. ഈ അക്കൗണ്ടിൽ ഇതൊരു വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല, കമൻറ്റ് ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ടാണ് അവിടെ 0 എന്ന് കാണിക്കുന്നത്. അതിൻ്റെ സൈഡിലൊരു 3 വരയുണ്ട്, 4 വരയുണ്ട്. ആ 4 വരയെ തൊട്ടാൽ നമുക്ക് കമൻറ്റ്, പ്ലേലിസ്റ്റ്, അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. നോട്ടിഫിക്കേഷൻ, അങ്ങനെ 5-6 ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസിൽ ഞെക്കിയാൽ നമുക്ക് കമൻറ്റ്, പ്ലേലിസ്റ്റ്, വ്യൂവേഴ്സ് അങ്ങനെ നമുക്ക് തരം തിരിച്ചറിയാൻ പറ്റും. വീഡിയോ ഇട്ട് കഴിയുമ്പം അതിൻ്റെ താഴേക്ക് നമ്മുടെ വീഡിയോയും കാണിക്കും, തംബ്നെയിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണിക്കും. പിന്നെ തംബ്നെയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതിനും ലോഗോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതിനും അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതാണ്. ഇതിപ്പോൾ നോട്ടിഫിക്കേഷനാണ് വന്നേക്കുന്നത്. ഇതുവരെ നോട്ടിഫിക്കേഷനൊന്നും നമ്മുടെ ചാനലിൽ വന്നിട്ടില്ല. അപ്പം ആ വീഡിയോ ഉടൻ തന്നെ വന്നതാണ്. എല്ലാവരും ഈ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ ആയാലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് നോക്കുക. എന്നാലും മാത്രമേ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. ഇത്രേ ഉള്ളൂ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ലോഗോ ഒക്കെ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്ന അറിവ് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. യൂട്യൂബിൽ നിന്ന് സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി നിങ്ങൾക്ക് പൈസ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.